നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദിവ്യ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഒരു സ്കൂൾ ആരാണോ തുറക്കുന്നത് അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ്. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ വരികൾ. അറിവ് മനുഷ്യനെ നന്മയിലേക്ക് ആനയിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ വരികൾ അർത്ഥസമ്പന്നമാക്കുകയാണ് ശ്രീ സത്യസായി വിദ്യാമന്ദിർ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അനാഥവും നിരാശ്രയവുമായ ബാല്യങ്ങൾ. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഗ്രാമീണ കുട്ടികൾ. ഇവരുടെ ഒക്കെയും പ്രതീക്ഷയും പ്രത്യാശയുമായ ഒരു പാഠശാല. സായി ഗ്രാമത്തിലെ വിദ്യാമന്ദിർ ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു പഠന രീതിയാണ് ഇവിടെയുള്ളത്. തുറന്ന പാഠശാല, ക്ലാസ് മുറികളുടെ ചുമരുകളില്ല. ഗുരുനാഥന്മാരുടെ സ്നേഹവാത്സല്യത്തോടൊപ്പം പ്രകൃതിയുടെ സാന്ത്വനവും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള പഠന രീതിയാണിവിടെ. രണ്ടായിരത്തി മാർച്ച് 23 സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ TKA നായർ സായി ഗ്രാമത്തിൽ സായി വിദ്യാമന്ദിർ ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കം. പുട്ടപർത്തി കഴിഞ്ഞാൽ ശ്രീ സത്യസായി ബാബയുടെ പേരിൽ പരിപൂർണമായും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന സരസ്വതി ക്ഷേത്രമാണിത്. സായി ഗ്രാമത്തിന്റെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു പാഠശാല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ശാന്തിനികേതനത്തിന്റെ രീതികൾ അനുവർത്തിക്കുന്ന പഠനം. ക്ലാസ് മുറികളുടെ അതിർത്തി തിരിച്ചുള്ള ചതുരക്കള്ളികൾക്കകത്തല്ല കുഞ്ഞുങ്ങളുടെ പഠനം. തുറസായ ഹാളുകളിലാണ്, വൃക്ഷച്ചുവട്ടിലാണ് ക്ലാസുകൾ. ഗുരുനാഥന്മാരുടെ സ്നേഹവാത്സല്യത്തോടൊപ്പം പ്രകൃതിയുടെ സ്നേഹ പരിലാളന ഏറ്റുവാങ്ങിയുള്ള പഠനം. ഇവിടെ കുട്ടികൾക്ക് എന്തറിയാം എന്നാണ് ഞങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, കുട്ടികളെ എല്ലാം നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ളൊരു പഠനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ പോലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലാണ് ഇന്നിവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. 3.5 മുതൽ 5.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ മറിയ മോണ്ടിസോറി രീതിയിലുള്ള ക്ലാസ്സുകളാണ് നടത്തുന്നത്. സായി ദ്വീപ് മണ്ഡപത്തിലും സായി ഗണേഷ് ഹാളിലും മരത്തണലിലും ഒക്കെയാണ് ഇവിടുത്തെ പഠനം. കുട്ടികളൊക്കെ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുമാണ് ഇവിടെ പഠിക്കുന്നത്. സായി ഗ്രാമം ഒരു പാഠശാലയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് മാതൃകയിൽ സ്വയം പര്യാപ്തമാകുന്ന ഗ്രാമം. ഇവിടെ പഠിക്കാൻ ഏറെയുണ്ട്. പാഠപുസ്തകത്താളിനപ്പുറം ജീവിതം കണ്ടു പഠിക്കാം, പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാം. വേറൊരു സ്കൂള് എന്ന രീതിയിലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നതെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ പഠന രീതി, അധ്യാപന രീതി, ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെട്ടപ്പോഴാണ് ഇതൊരു വേറൊരു സ്കൂളല്ല, വേറിട്ടൊരു സ്കൂളാണെന്ന് എനിക്ക് ബോധ്യമായത്. സായി ഗ്രാമം എന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാതൃകയാണ്. കൃഷിയുടെയും
അനുബന്ധ സംസ്കൃതികളുടെയും പാഠങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാം. മരത്തണലിലും തുറന്ന ഇടങ്ങളിലും ഇരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഒന്ന് വേറെ തന്നെയാണ്. ഏത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നുണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുകയും ഇവരോട് കൂടുതൽ അടുത്ത് ഇടപെടാൻ കഴിയുന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി തോന്നുന്നുണ്ട് ഈ മണ്ണിൽ വന്ന് സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞതിൽ. ശ്രീ സത്യസായി വിദ്യാമന്ദിറിൽ 232 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നതാണ് ഇവിടുത്തെ കണക്ക്. സൗജന്യ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സായി ഗ്രാമത്തിലേത്. മറ്റ് ഏത് കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും എല്ലാ അർത്ഥത്തിലും പുറകിലാക്കപ്പെട്ട അല്ലെങ്കിൽ ബോധപൂർവം പിന്തള്ളപ്പെട്ട ഒരു കുട്ടികളെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ. അപ്പോൾ ആ കുട്ടികളെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഈ സത്യസായി വിദ്യാമന്ദിറിൻ്റെ ഒരു തലമുറ എന്ന് പറയാൻ പറ്റുന്ന കുട്ടികളായാലും സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ സംഭാവന എന്ന് സമൂഹത്തിന് അഭിമാനത്തോട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ദൗത്യമാണ് നമ്മുടെ ഈ സ്കൂളിൽ ലക്ഷ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്നും ഓരോ കുട്ടിയെയും വിദ്യാമന്ദിറിൽ എത്തിക്കുകയും വൈകുന്നേരം കൊണ്ടുവിടുകയും ചെയ്യുന്നു. 1 രൂപ പോലും യാത്രയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് ചെലവില്ല. യാത്ര മാത്രമല്ല, ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ എല്ലാം കുട്ടികൾക്ക് സൗജന്യമായി സായി ഗ്രാമം നൽകുന്നു. ഭാരിച്ച ചെലവാണ് വിദ്യാമന്ദിറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നത്. വിദ്യാമന്ദിർ 1 മാസം നടത്തിക്കൊണ്ടുപോകാൻ ട്രസ്റ്റിന് 3 ലക്ഷം രൂപയോളം വേണ്ടി വരുന്നു. കുട്ടികളുടെ യാത്രാ ചെലവ്, ഭക്ഷണ ചെലവ്, ടീച്ചർമാർക്കുള്ള ശമ്പളം, അങ്ങനെ ചെലവുകളേറെ. ഇവിടെ 238 കുട്ടികൾ ഉണ്ട്. 2 ബാച്ചായിട്ടാണ് ആഹാരം കൊടുക്കുന്നത്. ഇത് ബാലഭവനാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾക്ക് മിക്കുള്ള ദിവസം സദ്യയും പായസമൊക്കെ തരുന്നുണ്ട്. വീടിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മിടുക്കന്മാരാക്കി വളർത്തുക, നന്മയുടെ മനസ്സുമായി ജീവിക്കാൻ പ്രാപ്തരാക്കുക, അതാണ് ശ്രീ സത്യസായി വിദ്യാമന്ദിറിൻ്റെ ലക്ഷ്യം.